നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ടിക്കറ്റ് ചോദിച്ചതിന് TTA ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്നു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷ മൂല്യനിർണ്ണയം നാളെ മുതൽ. തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുള്ള സെനറ്റ് നിയമനം റദ്ദാക്കണം PK ശ്രീമതി. BJPയിൽ ചേർന്നില്ലെങ്കിൽ ED അറസ്റ്റ് ചെയ്യും. കടുത്ത സമ്മർദ്ദമെന്ന് അതീഷി. മദ്യനയ അഴിമതി കേസ് ആദ്മി MP സഞ്ജയ് സിംഗിന് ജാമ്യം. സെനറ്റിലേക്ക് പിൻവാതിൽ പ്രവേശനം. ചാൻസലറുടെ നയങ്ങൾക്കെതിരെ അണിനിരക്കണമെന്ന് SFI. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുള്ള സെനറ്റ് നിയമം റദ്ദാക്കണം PK ശ്രീമതി. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് കണ്ണൂർ സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റിലേക്ക് നടത്തിയ നാമനിർദ്ദേശം റദ്ദാക്കണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച ശേഷം വ്യക്തിഗത ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനോ അനുവദിക്കാനോ പാടില്ലെന്ന ചട്ടം ലംഘിച്ചാണ് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. ചാൻസലർ സ്വന്തം താല്പര്യമനുസരിച്ചാണ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തത്. ഇത് ഗൗരവമായ പ്രശ്നമാണ്. സെനറ്റ് അംഗമെന്ന പദവി വ്യക്തിഗത ആനുകൂല്യമാണ്. ഇത് ആനുകൂല്യം ലഭിച്ചവരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഉൾപ്പെടെ സ്വാധീനിക്കുന്നതാണ്. ഇത് തെരഞ്ഞെടുപ്പ് വോട്ട് സ്വാധീനത്തിനും ഇടയാക്കും. ഇത്തരം നിയമങ്ങൾ തീർത്തും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായി കണക്കാക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അനുവാദം ചോദിച്ചോ ചില ഇളവുകൾ വാങ്ങാറുണ്ടെങ്കിലും ഇത്തരം നിയമനങ്ങൾക്ക് ഇളവ് ലഭിക്കില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുവാദം വാങ്ങിയില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നും PK ശ്രീമതി പറഞ്ഞു. കഴിഞ്ഞ തവണ 10 മണ്ഡലങ്ങളിൽ മത്സരിച്ച SDPI ഇത്തവണ UDFന് വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP അടൂർ പ്രകാശിന് വോട്ട് മറിച്ചെന്ന് കോൺഗ്രസ് നേതാവ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. രാജ്യത്ത് അത്യന്തം അപകടകാരികളായ RSSുമായും നിരോധിത സംഘടനയായ PFIയുടെ രാഷ്ട്രീയ രൂപമായ SDPIയുമായും കേരളത്തിലെ കോൺഗ്രസ് ഒരേ സമയം ചങ്ങാത്തമുണ്ടാക്കുകയാണ്. വർഗീയതയ്ക്കെതിരെ പോരാടുമെന്ന് പറയുന്ന വയനാട് സ്ഥാനാർത്ഥി കൂടിയായ രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച് വ്യക്തമാക്കണമെന്നും PK ശ്രീമതി ആവശ്യപ്പെട്ടു. LDF കണ്ണൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി N ചന്ദ്രനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടിക്കറ്റ് ചോദിച്ചതിന് TTA ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്നു. ടിക്കറ്റ് പരിശോധകനായ K വിനോദാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എറണാകുളം പട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സാണ് സംഭവം. ടിക്കറ്റ് ചോദിച്ചെത്തിയ പരിശോധകനും ഇതര സംസ്ഥാന തൊഴിലാളിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. തുടർന്ന് യാത്രക്കാരെ TTA ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. ട്രെയിൻ വൈകിട്ട് തൃശൂർ സ്റ്റേഷൻ വിട്ട ശേഷമാണ് സംഭവം. വിനോദിൻ്റെ മൃതദേഹം തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ ആശുപത്രിയിലേക്ക് മാറ്റി. SSLC അഴിമതി കേസിൽ ജയിലിലായിരുന്ന ആദ്മിയുടെ രാജ്യസഭാ MP സഞ്ജയ് സിംഗിന് ജാമ്യം. നിലവിൽ തിഹാർ ജയിലിൽ കഴിയുന്ന സഞ്ജയ് സിംഗിന് സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 6 മാസത്തിന് ശേഷം കേസിൽ സഞ്ജയ് സിംഗിൻ്റെ ജാമ്യം ലഭിക്കുന്നത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദിവാകർ ദത്ത, PB വരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സഞ്ജയ് സിംഗിന് ജാമ്യ ഹർജി പരിഗണിച്ചത്. വിചാരണ കോടതി നിശ്ചയിക്കുന്ന വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും വിധേയമായിട്ടായിരിക്കും സഞ്ജയ് സിംഗിനെ വിട്ടയക്കിയെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ED സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തത്. ഇതേ കേസിൽ കഴിഞ്ഞ ദിവസം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും തിഹാർ ജയിലിലായിരുന്നു. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, മുൻ ആരോഗ്യമന്ത്രി സത്യ ജയിൽ, BRS നേതാവ് K കവിത എന്നിവരും കേസിൽ തിഹാർ ജയിലിലുണ്ട്. കേരള, കാലിക്കറ്റ് സർവകലാശാല സെനറ്റുകളിൽ RSS നോമികളെ തിരികെക്കയറ്റത്തിന് സമാനമായ രീതിയിൽ കണ്ണൂർ സർവകലാശാല സെനറ്റിലും ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാരകരെ തിരികെ കയറ്റുകയായിരിക്കുന്നതെന്ന് SFI. സർവകലാശാല നൽകിയ ശുപാർശ പാടെ അട്ടിമറിച്ചാണ് RSS കോൺഗ്രസ് പ്രവർത്തകരെ സെനറ്റ് മെമ്പർമാരാക്കിയത്. മാധ്യമമേഖലയിൽ നിന്ന് രാജ്യാന്തര പ്രശസ്തി നേടിയ ശശികുമാർ, വെങ്കടേഷ് രാമകൃഷ്ണൻ, ദൂരദർശൻ ഡയറക്ടർ കൃഷ്ണദാസ് എന്നിവരെ ഒഴിവാക്കി BJP പത്രം ജന്മഭൂമിയുടെ ലേഖകനെയാണ് നോമിനേറ്റ് ചെയ്തത്. അഭിഭാഷക മണ്ഡലത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയത് സംഘപരിവാർ നേതാവ് K കരുണാകർ നമ്പ്യാർ, പ്രമുഖ കായിക താരങ്ങളായ CK വിനീത്, KC ലേഖ, SN കോളേജ് കായിക വിഭാഗം മുൻ മേധാവി പ്രൊഫസർ PK ജഗന്നാഥൻ എന്നിവരെ ഒഴിവാക്കി കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയെയാണ് നോമിനേറ്റ് ചെയ്തത്. വ്യവസായ മണ്ഡലത്തിൽ നിന്ന് വെസ്റ്റേൺ ഇന്ത്യ ഫ്ലൈവുഡ് CMD PK മായൻ മുഹമ്മദിനെ തഴഞ്ഞ് RSS സഹയാത്രികനായ മഹേഷ് ചന്ദ്രബാലികയാണ് ഉൾപ്പെടുത്തിയത്. സർവകലാശാല നൽകിയ ശുപാർശയിൽ 2 പേരെ മാത്രമാണ് ചാൻസലർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കാനുള്ള ഈ നീക്കത്തെ SFI ശക്തമായി ചെറുക്കുമെന്നും ചാൻസലറുടെ കാവ്യവൽക്കരണ നയങ്ങൾക്കെതിരെ SFI നടത്തുന്ന പോരാട്ടത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതുസമൂഹവും അണിനിരക്കണമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ, സെക്രട്ടറി PM ആർഷോ എന്നിവർ പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിച്ചു. അവധിക്കാലത്ത് ആകാശ വിസ്മയം തീർക്കാം. അവധിക്കാലത്ത് പ്രപഞ്ച വിസ്മയത്തിലൂടെ കുട്ടികൾക്ക് സഞ്ചരിക്കുക. ആകാശ കാഴ്ചകൾ കാണുന്നതോടൊപ്പം സൂര്യദർശനിയും
ആകാശഗോളങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കാം. ശാസ്ത്രസാഹിത്യ പരിഷത്ത് മേഖലാ വിജ്ഞാനോത്സവത്തിൻ്റെ ഭാഗമായാണ് പ്രപഞ്ചരഹസ്യത്തിൻ്റെ ഉള്ളറകൾ തേടിയുള്ള പരിശീലനം നടന്നത്. ഏപ്രിൽ 2 വാരം നടക്കുന്ന മേഖലാ വിജ്ഞാനോത്സവത്തിൽ നേരത്തെ പഞ്ചായത്ത് വിജ്ഞാനോത്സവത്തിൽ നിന്നും തിരഞ്ഞെടുത്ത കുട്ടികൾ പങ്കെടുക്കും. തുടർന്ന് ജില്ലയിലെ 200 ബാലവേദി ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രപഞ്ച വിസ്മയത്തിലൂടെ ആനയിക്കും. താവക്കര ഗവൺമെൻറ് യു പി സ്കൂളിൽ നടന്ന അധ്യാപക പരിശീലനം പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി പി ടി രാജേഷ്, ജോയിന്റ് സെക്രട്ടറി ധന്യറാം, പി കെ സുധാകർ, കെ സി പത്മനാഭൻ, സ്കൂൾ പ്രധാന അധ്യാപകൻ വി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ലൈബ്രറി അങ്കണത്തിൽ നടന്ന പരിപാടി മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ ഇ.കെ. സിറാജ് അധ്യക്ഷനായി. ഫാദർ ജെ പള്ളത്ത്, അഡ്വക്കേറ്റ് വിമലകുമാരി, PM സാജിദ്, കെ ശിവദാസൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി പി കെ ബൈജു സ്വാഗതവും രാജീവൻ കാട്ടാമ്പള്ളി നന്ദിയും പറഞ്ഞു. മാർഷിയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിലേക്ക് അധ്യക്ഷ വഹിക്കുന്ന വേണ്ടി സിറാജ് കെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ പണ്ഡിറ്റ് പി കെ സാഹിദ്, പ്രിയപ്പെട്ടവരെ, ഇന്ന് APJ അബ്ദുൽ കലാം ലൈബ്രറി സംഘടിപ്പിച്ച ഈ പരിപാടിയെ APJ അബ്ദുൽ കലാം ലൈബ്രറി ഭരണ സമിതിയെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ആദ്യമായി നന്ദി അഭിവാദ്യം ചെയ്യുകയാണ്. വീണ്ടും പിന്നെ ഒരു സമൂഹ നവോത്ഥാന ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിൽ വീണ്ടും നമുക്ക് ഇതുപോലെ ഒത്തുചേരാൻ വേണ്ടി കഴിയുമോ എന്നുള്ള വേദനയാണ് ഉണ്ടാവുന്നത്. ഈ തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മളെല്ലാ മനുഷ്യരും ഒരുപോലെ കാണുന്ന ഈ അവസ്ഥ ഇനിയും ഉണ്ടാവുമോ എന്നൊരു ഭയപ്പാടിലാണ് നാം കഴിയുന്നത്. ഇവിടെ നമുക്ക് കേരളത്തിൽ എല്ലാവരുമായി ഒത്തുചേരാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇത് ഇങ്ങനൊരു നോമ്പ് ഉണ്ടാകുന്നത് വേണ്ടിയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾക്കൊന്നും സംസാരിക്കുന്നില്ല. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയെ ആദരപൂർവ്വം ക്ഷണിക്കുക. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ ആദ്യമായും എൻ്റെ സ്നേഹനിർഭരമായ അഭിവാദനം അർപ്പിക്കുകയാണ്. ഇഫ്താർ ആശംസകൾ രേഖപ്പെടുത്തുകയാണ്. SSLC, THSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയം ബുധനാഴ്ച ആരംഭിക്കും. 70 ക്യാമ്പുകളായി നടക്കുന്ന SSLC മൂല്യനിർണ്ണയത്തിൽ 10,000-ഓളം അധ്യാപകർ പങ്കെടുക്കും. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം 77 ക്യാമ്പുകൾ നടക്കും. 25 എണ്ണം ഡബിൾ വാല്യുവേഷൻ ക്യാമ്പുകൾ ആണ്. 25,000-ഓളം അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകൾ 8 ക്യാമ്പിലായി നടത്തും. 2200 അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുക്കും. ഉത്തര കടലാസ് മൂല്യനിർണ്ണയം 20-നകം പൂർത്തീകരിക്കാനാണ് തീരുമാനം. മെയ് 2 വാരം പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കും. പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണ്ണയം ക്യാമ്പുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് പോലീസിൻ്റെ സഹകരണവും ഉണ്ടാകും. മൂല്യനിർണ്ണയ ക്യാമ്പുകളുടെ സമയബന്ധിതമായ പ്രവർത്തനം സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തലത്തിൽ കൃത്യമായ പരിശോധന ഇടവേളകളില്ലാതെ നടത്തും. BJP ചേരാൻ കടുത്ത സമ്മർദ്ദമുണ്ടെന്ന് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മന്ത്രിയുമായ അതീഷി. BJPയിൽ ചേരണമെന്നും അല്ലെങ്കിൽ ഒരു മാസത്തിനകം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അറസ്റ്റ് നേരിടാൻ തയ്യാറാകണമെന്നും അടുപ്പമുള്ള ഒരാൾ പറഞ്ഞതായി അതീഷി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ നേതാക്കളെയും ജയിലിൽ അയച്ച് AAPയെ തകർക്കാനാണ് BJP പദ്ധതിയിടുന്നതെന്ന് അതീഷി പറഞ്ഞു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലൂടെ പാർട്ടി തകരില്ലെന്ന് ഞായറാഴ്ച രാംലീല മൈതാനത്തെ ജനപങ്കാളത്തിൽ നിന്നും അവർ മനസ്സിലാക്കി. അടുത്ത 2 മാസത്തിനുള്ളിൽ ED തൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുമെന്നാണ് അറിയുന്നത്. സൗരഭ് ഭരദ്വാജ്, ഗുർദേശ് പതക്, രാഘവ് ചന്ദ എന്നിവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാനും നീക്കമുണ്ട്. ഞങ്ങൾ BJPയെ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ സൈനികരും ഭഗത് സിംഗിൻ്റെ അനുയായികളുമാണ്. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ ഞങ്ങൾ അവസാനം വരെ പോരാടും, അതീഷി പറഞ്ഞു. തങ്ങളുടെ നിയമസഭാ അംഗങ്ങളെ വേട്ടയാടിയും പാർട്ടിയെ തകർത്തും ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ BJP ആഗ്രഹിക്കുന്നുവെന്ന് AAP ആരോപിച്ചു. AAPയുടെ കിരാരി MLAയും ഋതുരാജ് ഇസ്ലാം BJPയിൽ ചേരാൻ തനിക്ക് 25 കോടി രൂപ വാഗ്ദാനം ചെയ്തതായും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കണ്ണൂർ ലോക്സഭാ മണ്ഡലം ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചൊവ്വാഴ്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി KC സലീം കണ്ണൂർ മണ്ഡലത്തിൽ ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം കളക്ടറേറ്റിലെത്തി ജില്ലാ വരണാധികാരിയായ കളക്ടർ അരുൺ K. വിജയന് മുമ്പാകെയാണ് ഒരു സെറ്റ് പത്രിക സമർപ്പിച്ചത്. തുടർന്ന് കളക്ടറുടെ മുന്നിൽ സത്യപ്രസ്താവനയും നടത്തി. കെട്ടിവെക്കാനുള്ള 25,000 രൂപ പണമായി നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ ദൈനംദിനം ചെലവ് കണക്ക് സൂക്ഷിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ ചെലവ് നിരീക്ഷകർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കണം. ഇതിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുതലുള്ള ദൈനംദിനം കണക്കുകൾ നിശ്ചിത ഫോറത്തിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കണം.
സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അച്ചടിച്ച നോട്ടീസുകൾ, ചുവർ പരസ്യങ്ങൾ, ബാനറുകൾ, കമാനങ്ങൾ, നടത്തിയ യോഗങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് ചെലവ് നിരീക്ഷകർ പരിശോധന നടത്തും. ചെലവ് നിരീക്ഷകർ ആവശ്യപ്പെടുമ്പോൾ അതുവരെയുള്ള കണക്കുകൾ സ്ഥാനാർത്ഥിയോ ഏജന്റോ ഹാജരാക്കണം. 95 ലക്ഷം രൂപയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ ആകെ ചെലവാക്കുന്ന തുക. സ്ഥാനാർത്ഥി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട തീയതിക്കും തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന തീയതിക്കും ഇടയ്ക്ക് സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ഏജന്റോ സ്ഥാനാർത്ഥിക്കു വേണ്ടി മറ്റാരെങ്കിലുമോ തിരഞ്ഞെടുപ്പിനു വേണ്ടി ചെലവാക്കാവുന്ന പരമാവധി തുകയാണിത്. സ്ഥാനാർത്ഥിയെ അറിയാൻ KYC. വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണോ? നോ യുവർ കാൻഡിഡേറ്റ് ആപ്പ് ഫോണിലുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നത് സുതാര്യവും കാര്യക്ഷമവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക എന്നത് ലക്ഷ്യമിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പൊതുജനങ്ങൾക്കായി ഇത്തരത്തിലുള്ള ഒരു ആപ്പ് ഒരുക്കിയത്. സ്ഥാനാർത്ഥിയുടെ പേര് വിവരങ്ങൾ, പാർട്ടി മത്സരിക്കുന്ന മണ്ഡലം, അവരുടെ പേരിൽ നിലവിലുള്ളതോ മുമ്പുണ്ടായതോ ആയ കേസുകളുടെ വിവരങ്ങൾ, മറ്റ് സാമ്പത്തിക വിവരങ്ങൾ തുടങ്ങിയവ ആപ്പിൽ ലഭിക്കും. നാമനിർദ്ദേശ പത്രികയുടെ കൂടെ സമർപ്പിക്കുന്ന അഫിഡവിറ്റ് ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇതര ജില്ലക്കാരായ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും പരിശീലന കേന്ദ്രത്തിൽ പോസ്റ്റൽ ബാലറ്റ് അപേക്ഷ നൽകാം. കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ആദ്യഘട്ടത്തിൽ പരിശീലനം ഇല്ലാത്ത ഇതര ജില്ലകളിലെ വോട്ടർമാരായ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും പരിശീലന കേന്ദ്രങ്ങളിൽ പോസ്റ്റൽ ബാലറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കുവാനുള്ള സൗകര്യം ഒരുക്കുന്നു. ഇതിനായി ഇതര ജില്ലകളിലെ വോട്ടർമാരായ പോളിംഗ് ഉദ്യോഗസ്ഥർ അപേക്ഷ സമർപ്പിക്കണം. നിയമന ഉത്തരവിന്റെയും വോട്ടർ തിരിച്ചറിയൽ കാർഡിന്റെയും പകർപ്പുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഇത്തരം അപേക്ഷകൾ ഏപ്രിൽ 3, 4 തീയതികളിൽ ജില്ലയിലെ 11 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന കേന്ദ്രങ്ങളിൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെ സ്വീകരിക്കും. ബസ് തൊഴിലാളികളുടെ ബോണസ് തീരുമാനമായി. ജില്ലയിലെ ബസ് തൊഴിലാളികളുടെ 2023-24 വർഷത്തെ ബോണസ് അനുവദിക്കുന്നതോ സംബന്ധിച്ച തർക്കം ജില്ലാ ലേബർ ഓഫീസർ M. മനോജിന്റെ സാന്നിധ്യത്തിൽ നടന്ന അനുരഞ്ജന ചർച്ചയിൽ ഒത്തുതീർന്നു. ജില്ലയിലെ ബസ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരു വർഷത്തെ വരുമാനത്തിൽ 3500 രൂപ പരിധി വെച്ച് ആയതിന്റെ ഒരു വർഷത്തെ 20% ബോണസായി ഏപ്രിൽ 10-നകം തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാമെന്ന് ഉടമകൾ സമ്മതിച്ചു. ചർച്ചയിൽ തൊഴിലാളി ഉടമകളെ പ്രതിനിധീകരിച്ചു രാജ്കുമാർ, K. ഗംഗാധരൻ, P.K. പവിത്രൻ, P.V. പത്മനാഭൻ എന്നിവരും തൊഴിലാളി യൂണിയനുകളുടെ പ്രതിനിധീകരിച്ചു P. ചന്ദ്രൻ, N. മോഹനൻ, താവം ബാലകൃഷ്ണൻ, V.V. ശശീന്ദ്രൻ, ആലിക്കുനി, പനിയൂർ, L. പ്രസാദ്, ജില്ലാ പ്രൈവറ്റ് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ പ്രതിനിധീകരിച്ചു C.H. ലക്ഷ്മണൻ, V. പത്മനാഭൻ, V.V. പുരുഷോത്തമൻ, M. വേണുഗോപാൽ എന്നിവരും പങ്കെടുത്തു. LDF പരാതി നൽകി. കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയ നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF കണ്ണൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി N. ചന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. M. വി. ജയരാജൻ നാളെ പത്രിക സമർപ്പിക്കും. LDF സ്ഥാനാർത്ഥി M. വി. ജയരാജൻ ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ബുധൻ രാവിലെ 10-ന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ അടീക്കോടൻ മന്ദിരം കേന്ദ്രീകരിച്ചു പ്രകടനവുമായി എത്തി കാൽടെക്സിലെ AKG പ്രതിമയിലും ഗാന്ധി പ്രതിമയിലും പുഷ്പാർച്ചന നടത്തും. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ച ശേഷം പത്രിക സമർപ്പിക്കാൻ കളക്ടറേറ്റിലേക്ക് പോകും. മലയോരത്തിന്റെ ഹൃദയം തൊട്ട് M. വി. ജയരാജൻ. മണ്ണിൽ പൊന്നു വിളയുന്ന മലയോര കർഷകന്റെ സ്നേഹം ഏറ്റുവാങ്ങി M. വി. ജയരാജൻ. ഇരിക്കൂർ മണ്ഡലങ്ങളിലെ ഏളയാട് നിന്നും രാവിലെ 8 മണിക്ക് ആരംഭിച്ച പര്യടനം മുയ്പൈറിൽ സമാപിച്ചു. ആദ്യ കേന്ദ്രത്തിൽ തന്നെ സ്ഥാനാർത്ഥിക്ക് പരമ്പരാഗത കാർഷിക ഉൽപ്പന്നങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത്. ഏളയാട് പ്രദേശത്തെ കർഷകർ ഉൽപ്പാദിപ്പിച്ച പലവിധ പച്ചക്കറികളാണ് സ്ഥാനാർത്ഥിക്ക് നൽകി സ്വീകരിച്ചത്. കുടിയേറ്റ കർഷകരും പിന്നോക്ക ജനവിഭാഗങ്ങളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ നിരവധി ആളുകളാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിയത്. മലയോര ഹൈവേ ഉൾപ്പെടെ ഇടതുപക്ഷം നടപ്പാക്കുന്ന വികസനവും മോദി സർക്കാരിന്റെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണവും കാർഷിക മേഖലയോട് കാണിക്കുന്ന അവഗണനയും സ്ഥാനാർത്ഥിയോട് ജനങ്ങൾ പങ്കുവച്ചു. റബ്ബർ കർഷകരെ കേന്ദ്രം വഞ്ചിച്ചപ്പോൾ താങ്ങുവില ഉയർത്തി കർഷകരുടെ കൂടെ നിന്ന ഇടതു സർക്കാരിനെ മലയോരം ഹൃദയത്തോട് ചേർത്ത് നിർത്തുമെന്ന ഉറപ്പാണ് വോട്ടർമാർ നൽകുന്നത്. പരമ്പരാഗത പച്ചക്കറി ഉൽപ്പന്നങ്ങളും കൊന്നപ്പൂവും നൽകിയാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥി സ്വീകരിച്ചത്. കഠിനമായ മീനച്ചൂടിനെ അവഗണിച്ച് പിഞ്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകൾ സ്വീകരണ കേന്ദ്രങ്ങളിലെത്തി. മുത്തുക്കുടിയും
ബാൻഡ് വാദ്യങ്ങളും വനിതകളുടെ കൈകൊട്ടിക്കളിയും വർണ്ണപ്പകിട്ടിനാർന്ന വെടിക്കോപ്പുകളും സ്വീകരണത്തിന് കൊഴുപ്പേറ്റി. സ്വീകരണ കേന്ദ്രങ്ങളിൽ പി വി ഗോപിനാഥ്, എം കരുണാകരൻ, സജി കുറ്റിയാനൂകം, സാജൻ കെ ജോസഫ്, അഡ്വക്കേറ്റ് എച്ച് എ ജോസഫ്, ജോസ് ചെമ്പേരി, കെ ജി ദിലീപ്, സി ജെ ജോൺ, അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി, പി കെ മധുസൂദനൻ, പി പി രാജേഷ്, ബിജു പുതുക്കപ്പള്ളി എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനാൽ പൊതുപര്യടനം ഇല്ല. ഉച്ചകഴിഞ്ഞ് 3-ന് കൂത്തുപറമ്പ് നിർമ്മലേരി കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കും. അതിനുശേഷം പേരാവൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തും. വ്യാഴാഴ്ച മട്ടന്നൂർ മണ്ഡലത്തിലാണ് പര്യടനം. 141 വനിതകൾക്ക് ഇരുചക്രവാഹനം വെള്ളിയാഴ്ച നൽകും. സന്നദ്ധ സംഘടനകളുടെ ദേശീയ കോർഡിനേഷനായ നാഷണൽ NGO കോൺഫെഡറേഷൻ നേതൃത്വത്തിൽ വനിതകൾക്ക് 50% സബ്സിഡി നിരക്കിൽ നൽകുന്ന വാഹനങ്ങൾ വെള്ളിയാഴ്ച വിതരണം ചെയ്യും. 3:30-ന് മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NGO കോൺഫെഡറേഷൻ ദേശീയ കോർഡിനേറ്റർ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ സംഘടനാ പ്രതിനിധികൾ സംസാരിക്കും. കുറഞ്ഞ വേതനത്തിൽ തൊഴിലെടുക്കുന്ന വനിതകൾക്ക് ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, സംരംഭകർ തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് 1,20,000 രൂപയുടെ ഇരുചക്രവാഹനം 50% സബ്സിഡി നിരക്കിൽ 60,000 രൂപയ്ക്ക് നൽകുന്നത്. കണ്ണൂർ APJ ലൈബ്രറി 50 വണ്ടി സുസ്ഥിര 10, റഫോസ് 66 തുടങ്ങിയ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് 141 വാഹനം നൽകുന്നത്. 120 വിദ്യാർത്ഥികൾക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന ലാപ്ടോപ്പ് ചടങ്ങിൽ വിതരണം ചെയ്യും. ഇതോടെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത വിളിച്ച് നാളെ രാത്രി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.